ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു പുതിയ അധ്യായമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇതുവരെ ഇന്ത്യക്ക് ജൂഡോയിൽ സ്വർണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരുന്നില്ല. എന്നാൽ ആ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ത്രിപുരയിൽ നിന്നുള്ള 23-കാരിയായ അസ്മിത ഡേ. ഒരു സൈക്കിൾ മെക്കാനിക്കിന്റെ മകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് ജൂഡോ സ്വർണ്ണ മെഡൽ ജേതാവായി മാറിയിരിക്കുകയാണ്. ഇതൊരു മെഡൽ നേട്ടം മാത്രമല്ല, സ്വപ്നങ്ങളോട് തോൽക്കാത്ത മനസ്സിന്റെ വിജയഗാഥ കൂടിയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 വനിതകളുടെ 48 കിലോഗ്രാം ജൂഡോ വിഭാഗത്തിൽ അസ്മിത ഡേ കാനഡയുടെ ഹൈഡി കോളിനെ തോൽപ്പിച്ചാണ് ചരിത്രം സൃഷ്ടിച്ചത്. മത്സരം അത്ര എളുപ്പമായിരുന്നില്ല. അവസാന നിമിഷം വരെ കടുത്ത പോരാട്ടം. പക്ഷെ സമ്മർദ്ദത്തെ അതിജീവിച്ച് ഗോൾഡൻ സ്കോർ റൗണ്ടിൽ നിർണായക നീക്കം നടത്തി അസ്മിത ഇന്ത്യക്ക് ഒരിക്കലും ലഭിക്കാത്ത ജൂഡോ സ്വർണം സ്വന്തമാക്കി. ഈ വിജയത്തോടെ കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ജൂഡോയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ബഹുമതിയും അസ്മിത സ്വന്തമാക്കി. ഇന്ത്യയുടെ ജൂഡോ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെട്ട ദിവസമായി ഈ വിജയം എന്നും ഓർമ്മിക്കപ്പെടും. പക്ഷെ ഈ വിജയത്തിന്റെ പിന്നിലെ കഥ കേൾക്കുമ്പോഴാണ് അസ്മിതയുടെ നേട്ടത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാകുന്നത്. ത്രിപുരയിലെ ബെലോണിയ എന്ന ചെറിയ പട്ടണത്തിലാണ് അസ്മിത ജനിച്ചത്. അവരുടെ അച്ഛൻ ഒരു ചെറിയ സൈക്കിൾ റിപ്പയർ കട നടത്തുകയായിരുന്നു. വലിയ സാമ്പത്തിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മകളുടെ കഴിവിൽ കുടുംബത്തിന് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് അസ്മിതയെ ജൂഡോയിലേക്ക് എത്തിച്ചത്. കഠിനാധ്വാനത്തിലൂടെ അസ്മിത ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർന്നത്. 2022 ത്രിപുരയിൽ നിന്ന് അന്തർദേശീയ മെഡൽ നേടുന്ന ആദ്യ ജൂഡോ താരമായി അവർ മാറി. അതിനുശേഷം ഓരോ ടൂർണമെന്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കോമൺവെൽത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടി. എന്നാൽ ജീവിതം അവർക്ക് ഏറ്റവും വലിയ പരീക്ഷണം നൽകിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ്. കോമൺവെൽത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടുന്ന തൊട്ടു പിന്നാലെ അസ്മിതയുടെ അച്ഛൻ ബ്രെയിൻ സ്ട്രോക്കിനെ തുടർന്ന് മരിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ പിന്തുണയായിരുന്ന അച്ഛൻ. ആ നഷ്ടം അസ്മിതയെ മാനസികമായി തകർത്തു. ഒരു ഘട്ടത്തിൽ എല്ലാം അവസാനിച്ചുവെന്നാണ് തനിക്ക് തോന്നിയതെന്ന് പിന്നീട് അവർ തന്നെ തുറന്നു പറഞ്ഞു. എന്നാൽ അവിടെ നിന്നാണ് ഒരു ചാമ്പ്യന്റെ തിരിച്ചുവരവ് ആരംഭിച്ചത്. അച്ഛന്റെ സ്വപ്നം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെ അവർ വീണ്ടും പരിശീലനത്തിലേക്ക് മടങ്ങി. ഓരോ ദിവസവും കൂടുതൽ കഠിനമായി പരിശ്രമിച്ചു. ഒടുവിൽ ഗ്ലാസ്ഗോയിലെ മാറ്റിലിറങ്ങിയപ്പോൾ ആ പരിശ്രമത്തിന്റെ ഫലം ലോകം കണ്ടു. ഫൈനലിൽ എതിരാളി ശക്തയായിരുന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ അസ്മിത പിന്നിലും. പക്ഷേ അവർ ആത്മവിശ്വാസം കൈവിട്ടില്ല. മത്സരം ഗോൾഡൻ സ്കോറിലേക്ക് നീണ്ടു. അവിടെ അസ്മിത നടത്തിയ നിർണായക ത്രോ ഇന്ത്യയുടെ ചരിത്രം മാറ്റി. ഈ സ്വർണം ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഇന്ത്യൻ ജൂഡോയുടെ വിജയമാണ്. വർഷങ്ങളായി കാത്തിരുന്ന നേട്ടമാണ്. അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടും അഭിനന്ദന പ്രവാഹമാണ് ഉയരുന്നത്. ഇന്ത്യൻ ജൂഡോയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകിയ താരമെന്ന് പലരും അസ്മിതയെ വിശേഷിപ്പിക്കുന്നു. ഈ ചരിത്ര ദിനത്തിൽ മറ്റൊരു സന്തോഷ വാർത്തയും ഇന്ത്യ തേടിയെത്തി. പുരുഷ വിഭാഗത്തിൽ ഹർഷ് സിംഗും സ്വർണം നേടി. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ഇന്ത്യ ആദ്യമായി ജൂഡോയിൽ ഇരട്ട സ്വർണം നേടുന്ന രാജ്യമായി മാറി. അസ്മിതയുടെ ജീവിതം ഒരു വലിയ സന്ദേശം നൽകുന്നു. വലിയ നഗരങ്ങളിലോ വലിയ അക്കാദമികളിലോ ജനിച്ചാൽ മാത്രമല്ല ലോകം കീഴടക്കാൻ കഴിയുക. സാമ്പത്തിക പരിമിതികളും വ്യക്തിപരമായ ദുരന്തങ്ങളും ഉണ്ടെങ്കിലും മനസ്സിൽ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ചരിത്രം എഴുതാൻ കഴിയും. ഇന്ന് ഇന്ത്യ ആഘോഷിക്കുന്നത് ഒരു മെഡൽ മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ അദമ്യമായ പോരാട്ടമാണ്. അച്ഛന്റെ സ്വപ്നം സ്വന്തം വിയർപ്പ് കൊണ്ട് യാഥാർത്ഥ്യമാക്കിയ മകളുടെ വിജയമാണ്. അടുത്ത തലമുറയിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രചോദനമാകുന്ന പേരാണ് ഇനി അസ്മിത ഡേ. ഒരു സൈക്കിൾ മെക്കാനിക്കിന്റെ വീട്ടിൽ നിന്ന് കോമൺവെൽത്ത് സ്വർണ്ണവേദിയിലേക്ക് അസ്മിത ഡേയുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയോ ജന്മനാടോ തടസ്സമല്ല. ആത്മവിശ്വാസവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ കഴിയും.